ഓം സർവേൻ തത്വമസി. സർവർക്കും പ്രണാമം, നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചു മനസ്സിനെ നിശ്ചലമാക്കുന്നതിന് പിന്നിൽ നല്ലൊരു ഗാഢമായ സങ്കല്പവും മതിയെന്നും വേഗതകളൊന്നും കൂടാതെ ആ മനസ്സ് ശാന്തമാകൂ എന്ന ഏക വിചാരത്തോടുകൂടി പരിശ്രമിച്ചാൽ മനസ്സ് ക്രമത്തിൽ ശാന്തമായി വരുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ ശാന്തമായി വരുന്ന മനസ്സിൻ്റെ അവസ്ഥകളും നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്. എന്ന് വിചാരിച്ചിട്ട് സാധനപരമായ രീതിയിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മസ്ഥാനത്തേക്ക് എത്തുക, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യസാധ്യതകളിലേക്ക് മനസ്സിനെ വ്യത്യസ്ത രീതികളിൽ പറയുന്ന ധ്യാനമുറകൾ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും ശരിയല്ല എന്നല്ല പറയുന്നത്. മനഃശാന്തിക്ക് മനസ്സിനെ ശാന്തമാക്കുക, ആ ഒരു രീതിയാണ് ഞാൻ എളുപ്പമായിട്ടത് പറഞ്ഞു തന്നത്. ഇനി ജപം കൊണ്ടോ മറ്റു പല മനനം കൊണ്ടോ പല രീതിയിൽ മനസ്സിനെ ശാന്തമാക്കാം. പ്രാണായാമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ഉപാധികളൊക്കെ ഉണ്ട് മനസ്സിനെ ഒതുക്കേണ്ട രീതിയിൽ. അത് ഓരോ ഗുരുക്കന്മാരും ഓരോ രീതിയിൽ ചെയ്ത സംവിധാനങ്ങളെ ഉപയോഗിച്ച് അതേ രീതിയിൽ തന്നെയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് വളരെ നിസ്സാരമായ കാര്യവുമാണ്, പരിശ്രമവുമാണ്. എന്നാൽ കാറ്റിനെ പിടിച്ചു നിർത്തുന്ന പോലെയുള്ള ഒരു രീതിയാണ്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുറേ കഴിയുമ്പോൾ അത് അടങ്ങണ കാണാം. എത്ര വലിയ കൊടുങ്കാറ്റും കുറേ കഴിയും അത് സ്ഥായിത്വമുണ്ടോ? ഇല്ലല്ലോ. കുറേ കഴിയുമ്പോൾ അത് ഒതുങ്ങില്ല. അതേമാതിരി ഒതുങ്ങി 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 വരുന്നത് കാണാം. അതനുസരിച്ച് നിങ്ങളിൽ മാറ്റങ്ങളും ശാരീരികമായും ബോധപരമായും ആന്തരിക ബാഹ്യമായ കാഴ്ചപ്പാടുകളിലും തിരിച്ചറിവിലൊക്കെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ബോധ്യപ്പെട്ട് പോകണം. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. കാരണം എന്താ, ഇതിന് മുന്നേ ഉള്ള നമ്മുടെ അവസ്ഥയും മനഃശാന്തിക്ക് വേണ്ടി ഇരുന്ന് കൊടുത്ത് ഒരു നിശ്ചിത സമയത്ത് ഇത്ര സമയം നമ്മൾ മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുവരുമ്പോൾ ആ സമയങ്ങളിലുള്ള മാറ്റങ്ങളും നമുക്ക് ബോധ്യപ്പെടും. രണ്ടൊരാൾ തന്നെയാണല്ലോ. അങ്ങനെയാണ്. അവിടെ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിനെ ശാന്തമാക്കി പോകേണ്ട കാര്യം മാത്രമാണ് പറയണത്. ഇത് പ്രത്യേകം ഞാൻ പറയണം. പിന്നെ ആധ്യാത്മിക യോഗശാസ്ത്രത്തിലെ കടയോഗമായാലും യോഗാസനമായാലും ജീവാത്മ പരമാത്മ യോഗ സന്നദ്ധിയിലായാലും രാജയോഗമായാലും അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ ഇതിൽ പറയുന്നുണ്ട് യോഗശാസ്ത്രത്തിലൂടെ തന്നെ. അതൊക്കെ അതിൻ്റെ രീതി തന്നെ. പക്ഷേ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൻ്റെ പ്രവണത മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായി നമ്മൾ പ്രകൃതിക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഒതുങ്ങുന്നത് കാണാം. അതിനുള്ള ധൃതിയൊന്നും വയ്ക്കാണ്ടിരുന്നാൽ അത് ശരിയാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ചൊന്ന് പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധ്യാനം ശീലിക്കുമ്പോൾ പലവിധ സിദ്ധികളും കാര്യങ്ങളൊക്കെ തന്നെ പ്രകടമായി ഉള്ളത് കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല ദിവ്യമായ അവസ്ഥകളും അതിനോടൊപ്പം ഈ മനസ്സ് ശാന്തമാകുമ്പോൾ ആത്മസാന്നിധ്യത്തിൽ വരുന്ന പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുക ചെയ്യും. അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അല്ലാതെ ഒന്നുമല്ലാതെ ആവുന്നില്ല. മാത്രമല്ല, 1 കൊല്ലോ 2 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ എപ്പോൾ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ മനസ്സ് ഒതുങ്ങി വന്ന് ആത്മാനുഭൂതി ആത്മസാക്ഷാത്കാരം അനുഭവിക്കുന്നുവോ, വേറെ ഒന്നും പ്രതീക്ഷിക്കാത്തവർക്ക് വീണ്ടും അവർക്ക് അവരെ പഴയ പോലെയുള്ള ലൗകിക ജീവിതം അവർക്ക് തുടരാം. വേണ്ടെന്നല്ല പറയണേ, മനസ്സിലായല്ലോ. അത്ര കാലത്തേക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെയും നമ്മളിതൊക്കെ ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കി വെച്ചേ പറ്റൂ. അവിടെ മനസ്സിന് പരമാവധി കടന്നു വരാനുള്ള ഒരു അവസരം കൊടുക്കാണ്ടിരിക്കേണ്ട രീതിയിലുള്ളൊരു സങ്കല്പത്തെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഇത്ര മണിക്കൂർ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 1 മണിക്കൂർ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ വിചാരത്തോടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ
അവിടെ നിന്ന് വെടിയുമുള്ള അവസ്ഥ. അപ്പോൾ പിന്നെ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ 3 മണിക്കൂർ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങനെ ആയാൽ അങ്ങനെ ഇരുന്ന് വരുമ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനരഹിതമായ അവസ്ഥ ഏത് വിധമാണെന്ന് മനസ്സിലായി വരുമ്പോൾ ആ സമയത്ത് ആന്തരികവും ബാഹ്യമായ നമ്മളുടെ മാനസികമായ അവസ്ഥകളും അതിൽ നിന്ന് കിട്ടുന്ന സമാധാനവും ശാന്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അതനുസരിച്ച് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കില്ല. അങ്ങനെ നിശ്ചലമായി ഇരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹമോഹങ്ങളെല്ലാം അടങ്ങിയതിന് ശേഷം ഒതുക്കിയാൽ എന്താണ് ഉണ്ടാവുന്നുള്ളത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോൾ ഈ മനസ്സ് ആത്മാവിനോട് ലയിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നായി തീർന്നാൽ അവിടെ ഒരു അവസ്ഥയുണ്ടാവും. ഒരു സ്ഫോടനം പോലെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കൂടിയാൽ എങ്ങനെയാണ്? അങ്ങനെ ആത്മാവിലേക്ക് ലയിക്കുന്ന സമയത്ത് ഒരു അവസ്ഥയുണ്ടാവും, ഒരു അനുഭവങ്ങളുണ്ടാവും അവിടെ ആ സമയം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ കഴിയും. പിന്നെ ഈ മനസ്സ് മറ്റൊരു വഴിക്ക് പോകാതെ, അഥവാ പോയാൽ തന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിച്ചും കൊണ്ട് നിങ്ങൾക്ക് ലൗകികമായ ഭൗതികമായ ജീവിതം ജീവിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ആ പഴയ പോലെയുള്ള പ്രയാസങ്ങളും കാര്യങ്ങളിലൊക്കെ ഒന്നും നിങ്ങൾ ചെന്ന് ചാടില്ല. അത് നിങ്ങളെ ബാധിക്കില്ല. കാരണം അത് വീണ്ടും നിങ്ങൾ സ്ഥായിത്വമായി നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന മനോലയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ വീണ്ടും അത് നിങ്ങളിപ്പോൾ മനസ്സ് അല്ലെങ്കിൽ ആത്മാവിനാൽ ബന്ധപ്പെട്ട് നിങ്ങളൊരു കർമ്മപദ്ധതിയിൽ ഏർപ്പെട്ടാലും നിങ്ങൾക്ക് അഭ്യാസമുഖേന നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ഈ അവസ്ഥ വരും. ഏത്? ഈ ശാന്തമായ അവസ്ഥ. അപ്പോൾ ഈ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ഭൗതികവും ആത്മീയവും എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു സാധനയായിട്ട് നമ്മളിത് കണ്ടാൽ ആത്മാവ് ഒടുങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ മനസ്സ് ആത്മാവിൽ ഒതുങ്ങിയതിന് ശേഷമുള്ള അവസ്ഥ. ആത്മീയമായും ആത്മാവിലൂടെ തന്നെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അത് ഭൗതികമായും ലൗകികമായും കണ്ടു കഴിഞ്ഞാൽ ഇത് രണ്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നിങ്ങളുടെ കൺട്രോളിങ്ങിൽ ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള അറിവ് നിങ്ങൾക്ക് സിദ്ധിക്കും. തിരിച്ചറിവ് വരുമെന്ന്, രണ്ടിൻ്റെയും പ്രവർത്തനം തിരിച്ചറിവ് വരുമെന്ന്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ധ്യാനത്തിലൂടെ കിട്ടുന്ന എനർജി, പരിപാവനമായ ആ എനർജിയെ നമുക്ക് ആ സമയത്ത് ഈ ശാന്തമായ സുഖത്തിൽ നിന്ന് എനർജി വന്ന് നിറയണേ. മറ്റേത് നമ്മുടെ ചിന്തകൾ മറ്റു പല കർമ്മ പദ്ധതികളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ എനർജി നമ്മൾ ചെലവ് ചെയ്യണം. ഈ ഇന്ദ്രിയങ്ങൾ എല്ലാം അടക്കി ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും അവിടെ കൂടി നടന്ന മനസ്സിനെ നമ്മൾ ഒതുക്കി വയ്ക്കുമ്പോൾ എനർജി ചിലവാകുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായല്ലോ നമ്മുടെ ശക്തിയൊക്കെ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യതിചലനവും കർമ്മം ചെയ്യാണ്ട് നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും മനസ്സിലാക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതാണ് ജീവിതത്തിനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ പറയുന്നത്. ഭൗതികവും ആത്മീയവുമായിട്ട് ഇത് ശീലിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇതുകൊണ്ട് വല്ല തെറ്റ് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ കുറേ വേണ്ടാത്ത ചിന്തകളൊക്കെ ചിലപ്പോൾ കടന്നു വരും, കുറ്റബോധങ്ങളൊക്കെ വരും പലതൊക്കെ. അതൊക്കെ ആ ശങ്കയൊക്കെ അങ്ങോട്ട് തീർക്കുക. പൂർണ്ണമായി പ്രകൃതിക്ക് സമർപ്പണം ചെയ്തിരുന്ന് കൊടുത്ത് നിങ്ങൾ അവിടെ ആ മനസ്സ് ഒതുങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി ശാന്തമാക്കി പോകുമ്പോൾ ഒരു നാൾ നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. ആ ആത്മസാക്ഷാത്കാര അവസ്ഥയാണ് പുനരുദ്ധാരണം എന്ന് രണ്ടാമത്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ളൊരു വ്യക്തി വീണ്ടും ഭൗതിക ലൗകിക ജീവിതങ്ങളിൽ കൂടെ പോകണമെന്ന് ധരിച്ചാൽ തന്നെ അയാൾക്ക് അവിടെ ഒരു ദോഷമൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ നിന്ന് വരുന്ന കെട്ടുകൾ, പ്രയാസങ്ങളെ വീണ്ടും ധ്യാനം കൊണ്ട് ഈ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ശാന്തമാക്കുമ്പോൾ നിങ്ങൾക്ക് ആ കർമ്മസ്ഥാനത്ത് ചെന്ന് അതിൽ നിന്ന് വന്നിരിക്കുന്ന ബന്ധനങ്ങൾ അല്ലെങ്കിൽ കെട്ടുകൾ, വാസനകൾ, കർമ്മ പദ്ധതികൾ അങ്ങനെയൊക്കെ വരുമല്ലോ. എന്തായാലും കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അതിൻ്റേതായ ഫലങ്ങളുണ്ടാവും. അതിനെ കളയാൻ നിങ്ങൾക്ക്, ആ സംസ്കാരങ്ങളെ നീക്കാൻ നിങ്ങൾക്ക് ഈ അഭ്യാസം കൊണ്ട് നിങ്ങൾ സാക്ഷാത്കരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അതിൽ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ.
ഇനിയിപ്പം മറ്റു പല മുറകളുണ്ട് ധ്യാനം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. സിദ്ധികളുടെ പല രീതികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നുണ്ട്. അത് ഓക്കെ, അതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ ശീലിച്ചോളൂ. അത് അതിൻ്റെ സ്ഥാനത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നു. അത് ഒരു വലിയൊരു അധ്യായത്തിൻ്റെ ഓരോ പേജുകൾ അല്ലെങ്കിൽ ഒരു അധ്യായങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വലിയൊരു ബുക്കിൽ പല അധ്യായങ്ങളുണ്ടാവുമല്ലോ, അതിലൊരു അധ്യായം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞതല്ല, ഈ ഒരു ഏകീകരണം കൊണ്ട് അങ്ങനെ സംസ്കരിച്ചെടുത്ത സാരമാണ് നമ്മൾ ആസ്വദിക്കുന്നത്. മനസ്സിനെ ആത്മാവിൽ ഒതുക്കി നിർത്തി ശീലിച്ചു വരുമ്പോഴുണ്ടാകുന്ന അനുഭൂതി മനസ്സിലായല്ലോ. പിന്നെ മറ്റു പല്ലിലേക്ക് ഒന്നും ചാടില്ല, നിഷ്കളങ്ക ആവട്ടോ. ഇവിടെ ഒരു വിഷയം മനസ്സിലായല്ലോ. ഒരു കുട്ടിയെ പോലെയൊക്കെ ആവേ നമ്മൾ ഒരു വലിയൊരു പരാക്രമി ആയിരിക്കുന്ന ഒരാൾ വിചാരിക്കുക. അതൊക്കെ പോയി ഒരു ശിശുവിനെ പോലെ ശാന്തമായി വളരെ മറ്റുള്ളവർക്കൊക്കെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന രീതിയിൽ. എങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ? ഇവിടെ പല രീതിയിലുണ്ട് മനുഷ്യർ ഇഷ്ടപ്പെടുന്ന കേട്ടോ. വസ്തുക്കളൊക്കെ കൊടുക്കുന്നവർ ഇഷ്ടപ്പെടുന്നതും, മറിച്ച് സമീപനം കൊണ്ട്, നമ്മളുടെ സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ടും നമ്മളുടെ ഡീലിംഗ് ഉണ്ടല്ലോ, അതിലിഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ അതാ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇവിടെ മനുഷ്യനെ എല്ലാം കൊടുത്തു, എന്തൊക്കെ കൊടുത്തു നമ്മൾ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. മനസ്സിനെ നമുക്കൊരിക്കലും പ്രീതിപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് ഇങ്ങനെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ കടലിലെ തിരമാലകളെ പോലെ വന്നുകൊണ്ടിരിക്കുക. ശാന്തമായിരുന്നു ശീലിച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ നോക്കി കാണുക, അകക്കണ്ണുകൊണ്ട് നോക്കി കാണുക. അപ്പോൾ അതിൻ്റെ രീതികൾ, അതിൻ്റെ സ്വഭാവങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ഒക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു നോട്ടക്കാരനെ പോലെ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് നോക്കിയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ആനന്ദം കിട്ടും. പ്രകൃതിയെ മനസ്സിലാവും, പ്രപഞ്ചത്തെ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വിഭൂതി, ഈശ്വരൻ്റെ ദിവ്യമാവുന്ന പ്രകടനങ്ങളൊക്കെ മനസ്സിലാക്കി ആസ്വദിച്ച് ശാന്തമായിരിക്കാൻ കഴിയും. അതിനുള്ളൊരു ധ്യാനമാണ്. ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർക്ക് ചില ധാരണകളുണ്ടാവും, സംശയങ്ങളിൽ തോന്നാൻ സാധ്യതയുണ്ട്. മനസ്സിനെ ഈ കർമ്മ പദ്ധതികളിൽ നിന്നെല്ലാം നീക്കി, വാസനകളെല്ലാം നീക്കി 24 മണിക്കൂറും കണ്ണടച്ച് ആഹാരപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് വ്രതത്തോടുകൂടി ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ അല്ലേ ചിലപ്പോൾ തോന്നുന്ന സമയം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ 2 മണിക്കൂർ 1 മണിക്കൂർ നാം ഇവിടെ പറഞ്ഞ പോലെ ധ്യാനം ശീലിച്ചാൽ ക്രമത്തിൽ നിങ്ങൾക്ക് ഈ 2 മണിക്കൂർ ഈ ധ്യാന അവസ്ഥയിലുണ്ടാവുന്ന ഫലവും അതിനുശേഷം നിങ്ങളുടേതായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പോഴുണ്ടാവുന്ന ഫലവും നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അർത്ഥം കർമ്മം ചെയ്യേണ്ടതെന്നല്ല, നിങ്ങളിന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചെയ്തോളൂ. നിങ്ങളുടെ തൊഴിൽ മേഖലകൾ എന്ന് പറഞ്ഞാൽ ശരീരം അനുേന്ദ്രിയം കൊണ്ട് നിങ്ങൾ പ്രവർത്തനം നടത്തിക്കോളൂ. അത് ഓരോരുത്തരുടെ ധർമ്മം അനുസരിച്ച് ചെയ്തോളൂ. ഇവിടെ ഞാൻ പറയണത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് 1-2 മണിക്കൂർ മനസ്സിനെ ശാന്തമാക്കിയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ഫലം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കർമ്മസ്ഥാനത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫലവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ധ്യാനം കൊണ്ട് മനസ്സിന് കിട്ടുന്ന ശാന്തത എന്താണെന്നും മനസ്സിലാക്കാനും, കർമ്മസ്ഥാനത്ത് പോകുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യതിചലനം കൊണ്ടുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നും നിങ്ങൾ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് തന്നെ ബോധ്യപ്പെട്ടു പോകാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. അല്ലാതെ നിങ്ങൾ ഏത് തലത്തിലായാലും ആർക്കും ഇത് ശീലിക്കാവുന്നതാണെന്ന് അർത്ഥം. അത് ആണോ പെണ്ണോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ ലിംഗഭേദമൊന്നുമില്ല, മതമൊന്നുമില്ല, ജാതിയൊന്നുമില്ല, വർഗങ്ങളൊന്നുമില്ല. ആവശ്യക്കാരനായിരിക്കണം, അത്രയേ ഉള്ളൂ. കാരണം പ്രകൃതി ആരെങ്കിലും നിൽക്കുന്നത്, പ്രകൃതിക്ക് മതവുമില്ല, രാഷ്ട്രീയമില്ല, യാതൊരുവിധ സംഭവങ്ങളൊന്നുമില്ല. പ്രകൃതി നിസ്തൂലമാണ്. അവിടെ എല്ലാവർക്കും ഒരേപോലെയാണ് ചൈതന്യം വിഭാവനം ചെയ്യുന്നത്. പഞ്ചഭൂത ആത്മാവായിരിക്കുന്ന വസ്തുക്കളെല്ലാം
ഒരേപോലെയാണ് നൽകുന്നത്. അത് ഇന്ന വിഭാഗങ്ങൾക്ക്, സസ്യങ്ങൾക്ക് വേറെ, മനുഷ്യന് വേറെ, മൃഗാദികൾക്ക് വേറെ, ഇങ്ങനെ ഒന്നും വേർതിരിവില്ലല്ലോ. അവിടെ ഒന്നുമില്ല, ഒരു പക്ഷഭേദവും പ്രകൃതിക്കില്ല. പക്ഷഭേദങ്ങളെല്ലാം മനുഷ്യൻ്റെ മനുഷ്യനിലാണ്, മൃഗങ്ങളിലുമില്ല. മനുഷ്യനാണ് ഒക്കെ പങ്കുവയ്ക്കുന്നത്, വകഭേദങ്ങളായിട്ട് തിരിക്കുന്നത്, തരം തിരിക്കുന്നത് ഒക്കെ ചെയ്യുന്നത് മനുഷ്യനാണ്. മനസ്സിലായില്ലേ? നാം പറഞ്ഞ രീതിയിലൂടെ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ അവിടെ ഇതൊന്നുമില്ല. നിങ്ങളും ആ സർവീശ്വരൻ്റെ മനോഭാവം പോലെ തന്നെ നാം അവിടേക്ക് വരും. യാതൊരുവിധ വർഗഭേദങ്ങളൊന്നുമില്ലാതെ, മതഭേദങ്ങളില്ലാതെ, അതൊന്നുമില്ലാതെ തന്നെ നമ്മൾ ഒരു വിശാലമായൊരു ലോകത്തേക്ക് ശാന്തമായി ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമായി മാറുന്നത് കാണാം. അതനുഭവിച്ചറിയണം. അതിന് ഈ കെട്ടുകളിൽ നിന്നൊക്കെ മുക്താവണം. എന്തൊക്കെയോ നിങ്ങളിന്ന് വിചാരിച്ചിരിക്കുന്നുവോ അതെല്ലാം അങ്ങോട്ട് നീക്കിക്കളയുക. നിഷ്ഫലമാണതെല്ലാം. അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന്, ആത്മാന്വേഷണ തടസ്സവും. ആത്മീയതയെ അറിയാനുള്ള തടസ്സം മുഴുവനും നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന അനാവശ്യമായ കുറേ സംഭവങ്ങളാണ്. എന്നാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താ ഞാൻ പറയണേ, എല്ലാം പഠിക്കുക, അതാവശ്യം. പക്ഷേ മനഃശാന്തിക്ക് അതെല്ലാം നീക്കേണ്ടി വരും. അവിടെ നിസ്തൂലമായിരിക്കണം, വിശാലമായിരിക്കണം. യാതൊരുവിധ കറകൾ, സംസ്കാരങ്ങൾ, വകഭേദങ്ങൾ ഒന്നും കയറി വരരുത്. സമത്വമായിരിക്കണം. അവിടെ ഏകമായിരിക്കണം. അങ്ങനെ ഇരുന്ന് നിങ്ങൾ ധ്യാനിച്ച് നോക്കൂ. നിങ്ങളും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ല എന്നപ്പോൾ മനസ്സിലാവും. നിങ്ങളേതോ ഒരു വിശാലമായ ആനന്ദമായ ലോകത്തേക്ക് ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോഴാണ് സുഖം എന്താണ്, സ്വാതന്ത്ര്യം എന്താണെന്നൊക്കെ ബോധ്യപ്പെടും. സ്വാർത്ഥത ഒന്നും ഉണ്ടാവില്ല. പക, വിദ്വേഷം, അസൂയ, ഈ സംഭവങ്ങളൊക്കെ നീങ്ങിപ്പോകും. യഥാർത്ഥമായ ആ ദിവ്യമായ ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു എനർജിയോടുകൂടി നിങ്ങൾ നിറഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസിക വികാസത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ കഴിയും. ബോധ്യപ്പെടണം. അവിടെ മാന്ത്രികവും താന്ത്രികവും അങ്ങനെയുള്ള എല്ലാം ഇതിനുപയോഗിക്കേണ്ട. ഈ എനർജി കൊണ്ടാണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ആ തലങ്ങൾ വേറെയാണ്. മനസ്സിലായാലോ? അതൊക്കെ വേറെ വേറെ മണ്ഡലങ്ങളിൽ അതിൻ്റെതായ പ്രക്രിയകൾ, അതിൻ്റെ ആവശ്യക്കാർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്, പരിപാവനമായി കിട്ടുന്ന, പരിശുദ്ധമായി കിട്ടുന്ന ആ എനർജിയാണ് സങ്കല്പങ്ങളാൽ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെയൊക്കെ വന്നു ചേരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അതിൽ നിന്നുള്ള ആ എനർജി, ആ സത്യനെയാണ് നമ്മൾ ഈ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കറകൾ നീങ്ങി വരുമ്പോൾ പരിപാവനമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. അപ്പം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്തോളൂ. കാരണം അത് നിങ്ങളുടെ രീതിയിലായിരിക്കും. കർമ്മഫലം നിങ്ങളെ തീണ്ടില്ല. ഒരു കർമ്മഫലവും തീണ്ടില്ല. അപ്പോഴല്ലേ പാപവും പുണ്യമൊക്കെ ഉണ്ടാവണത്. ഒരു കർമ്മഫലവും തീണ്ടില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഭൂമിയിൽ വ്യവഹരിക്കാം. ധൈര്യം ഉണ്ടായാൽ മതി. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ഭയമൊന്നും ഉണ്ടാവരുത്. എപ്പോഴായാലും നമുക്ക് ഈ അനന്തതയിലേക്ക് ലയിച്ചു ചേരണം. സ്ഥായിത്വമില്ലാത്തതിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്ഥായിത്വമായതിലേക്ക് നമ്മൾ ലയിച്ചു ചേരേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ. ഭയമൊന്നും വേണ്ട. മുന്നോട്ട് പോവുക. എല്ലാം ആ ഒരു ചൈതന്യത്തെ ശക്തിയിൽ സമർപ്പിക്കുക. ഒന്നാലോചിച്ച് നോക്കൂ. ഒരാളുടെയും സഹകരണം വേണ്ട, ഒന്നിൻ്റെയും സഹകരണം വേണ്ട. ആ സങ്കല്പമായിരിക്കുന്ന വിശ്വചൈതന്യത്തിൻ്റെ, വിശ്വഭാവത്തിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാവും. അതും ഒന്നായി നിൽക്കുന്ന ഈ ധ്യാനവേളയിൽ അത് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതിയാണ്. സർവ്വബന്ധങ്ങളിൽ നിന്നുമുള്ള മുക്തി, സർവ്വകർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മുക്തി. അതാണ് സായുജാനന്ദാവസ്ഥ. വളരെ സിമ്പിളാണ്. ഇത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യകുലങ്ങൾ മുഴുവനും പല രീതിയിലുള്ള എന്തെല്ലാം ഉപാധികളിലൂടെയും പല മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കിട്ടുന്നുണ്ടോ കിട്ടില്ലെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരിക്കും. പക്ഷേ നിസ്തൂലമായ ആത്മാവിൻ്റെ ഈ ഒരു
അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഈ നിസ്തൂലമായ മനസ്സിൻ്റെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശീലിക്കണം. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.